ഹലോ, കേൾക്കാമോ? മേഡം പറഞ്ഞോ. ഇത് മല്ലപ്പള്ളിയിൽ നിന്നാണേ വിളിക്കുന്നത്. കേൾക്കാം മേഡം, പറഞ്ഞോ. ഇത് മല്ലപ്പള്ളിയിൽ നിന്നാണേ വിളിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടേന്നേ, എൻഡോർക്ക് TVS 125. അപ്പം അതിൻ്റെ 3ാമത്തെ ഫ്രീ സർവീസ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പേ തന്നെ വണ്ടി നമ്മുടെ എന്ത് ചെയ്താൽ സ്റ്റാർട്ട് ആവത്തില്ല. ചാവിയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നത്. അപ്പം അങ്ങനെയായിട്ട് അടുത്തുള്ള ഒരു ഷോറൂമിൽ നമ്മൾ കൊണ്ട് കൊടുത്തു. അപ്പം അവർ നോക്കിയപ്പോൾ അവർ പറയുന്നത് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് അവർ അതെന്തോ അഴിച്ചൊക്കെ നോക്കിയിട്ട് അവർ പിന്നെ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ അടുത്ത ദിവസവും ഇതുപോലെ അടുത്തുള്ള ഒരു ഷോറൂമിൽ നമ്മൾ കൊടുത്തു മല്ലപ്പള്ളിയിൽ. എന്നിട്ട് അവർ അതെല്ലാം അഴിച്ചു നോക്കിയിട്ട് അവർ പറയുന്നത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണുന്നില്ല എന്ന് അന്ന് പറഞ്ഞത്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു വീണ്ടും കോണ്ടാക്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അടുത്ത ദിവസമായപ്പോൾ വീണ്ടും സെയിം പ്രശ്നം തന്നെ. പിന്നെ ഞാൻ ഇതും കൊണ്ട് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഒരു ദിവസം അവിടെ വെക്കുക, അവരെന്താണെന്ന് ശരിക്കും നോക്കിയിട്ട് പറയാമെന്ന്. അവർ പറയുന്നത് അതിൻ്റെ കീ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. ഈ വണ്ടി എടുത്തിട്ട് കീ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ് അവർ പറഞ്ഞത്. ഈ വണ്ടി അധികം ഓടിയിട്ടില്ല. എൻ്റെ 3ാമത്തെ സർവീസ് ആയിട്ട് പോലും ഈ പറഞ്ഞ കിലോമീറ്റർ എത്തിയിട്ടില്ല എൻ്റെ വണ്ടി. ആകെ 2 കിലോമീറ്റർ മാത്രമേ എൻ്റെ വണ്ടി ഒരു ദിവസം ഓടുന്നത്. ഇത്രയും പുതിയ വണ്ടി കീ സ്വിച്ച് കംപ്ലൈൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കാതെ എന്തായിരിക്കുമെന്ന്. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു ഇതെന്താ അങ്ങനെ ആവുന്നത്, എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞു, സർവീസിലെ അവർ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാം, നിങ്ങൾ വണ്ടി കൊണ്ട് തരാൻ പറഞ്ഞു. മല്ലപ്പള്ളിയിലെ അവർ മാറി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു അതിൻ്റെ എന്തോ ഓർഡർ ചെയ്യണമെന്ന്, വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് നമ്പരും വാങ്ങി. ഇന്നലെ എന്നിട്ട് ആ സർവീസിൽ നിന്ന് നമ്മളെ വിളിച്ചു മല്ലപ്പള്ളിയിലെ. വിളിച്ചിട്ട് അവർ പറഞ്ഞു എന്താ കീ സ്വിച്ച് വന്നിട്ടുണ്ട്, ചെന്ന് വണ്ടി കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഇന്ന് രാവിലെ വണ്ടി കൊണ്ട് കൊടുത്തപ്പോൾ ഇപ്പോൾ അവർ വിളിച്ചിട്ട് പറയാ 1200 രൂപ അടയ്ക്കണമെന്ന്. അത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എന്തോ ചാർജ് ആണെന്നാണ് അവർ പറയുന്നത്. എന്ത് ചാർജ്? പുതിയ വണ്ടിയുടെ കേസിന് വാറന്റിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? തേർഡ് സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷെ ഇത്രയും കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. എന്തോർക്കാ വണ്ടി ആണോ മേഡം? അത് എന്തിന്റെ ചാർജ്? നമുക്ക് ടീഷർട്ട് വാറന്റിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. എന്ത് ചാർജ് ആണെന്നും എനിക്ക് എന്നോടല്ല എൻ്റെ ആങ്ങളയോടാ പറഞ്ഞു. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് ഇതിപ്പോ തേർഡ് സർവീസ്, ഇത്രയും 4ാമത്തെ സർവീസ് പോലും കഴിഞ്ഞില്ല, പിന്നെ നിങ്ങൾ എന്തിനാ പൈസ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു. അവര് പറയുന്നത് അതെന്തോ അതിന്റെ എന്താണ്ട് ചാർജ് ഉണ്ടെന്നോ ഏതാണ്ടുണ്ട്, അതുകൊണ്ട് 1200 രൂപ അടച്ചാലേ വണ്ടി തരത്തുള്ളൂ എന്ന് അവര് പറയുന്നത്. അവരാണ് ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് ചെയ്തു തരാം, ഇങ്ങോട്ട് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് വണ്ടി കൊണ്ട് കൊടുത്തത്. ഇതിപ്പോ തന്നെ ഇതിപ്പം സർവീസ് ചെയ്ത് കഴിഞ്ഞോ? 3ാമത്തെ സർവീസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. 3ാമത്തെ സർവീസ് ചെയ്ത് ഇപ്പം വണ്ടി കൊടുത്തു കഴിഞ്ഞിട്ട് അവര് സർവീസ് ചെയ്തു. അവരത് ചെയ്തെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കല്ലോ അവര് പൈസ നമ്മളോട് ചോദിച്ചത്. നോർമലി നമുക്ക് വാറന്റിയിൽ ചെയ്യാൻ പറ്റും, വാറന്റിയിൽ ടീഷർട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സർവീസ് ഹിസ്റ്ററി പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ വാറന്റിയിൽ നമുക്ക് ടീഷർട്ട് അത് അവരോട് നമ്മൾ ഇത് പറഞ്ഞു. കാരണം നമ്മുടെ എല്ലാ സർവീസും ചെയ്തത് ഈ മല്ലപ്പള്ളി സർവീസ് സെന്ററില്ല, അതിന് ഫുള്ള് ചെയ്തേക്കുന്നത്. അവരോട് ഇതെല്ലാം പറഞ്ഞിട്ട് അവർ പറയുന്നത് അത് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് പറയാമെന്നും പറഞ്ഞ് പിന്നെ അവർ നോക്കിയിട്ടൊക്കെ പിന്നെ അവരെന്തോ ഒരു പേപ്പറൊക്കെ അയച്ചു തന്നു. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്താണ്ട് റേറ്റ് ഇത്രയാകും എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ എന്തോ ഒരു പേപ്പറൊക്കെ അയച്ചു തന്നു. അത് എന്തിന്റെ എമൗണ്ട് ആണെന്നുള്ളത് മേഡം ഒന്ന് കൺഫേം ചെയ്യുക. ഓക്കെ. അങ്ങനെ നമുക്ക് അത് എന്ത് എമൗണ്ട് ആണ് എന്നുള്ള കാര്യം 1200 രൂപ എന്തിനാണ് ആകുന്നതെന്നുള്ള കാര്യം മേഡം ഒന്ന് കൺഫേം ചെയ്യുക. ഞാനിവിടെ ചോദിക്കാം, അങ്ങനെ മസ്റ്റിട്ട് മാറുന്നതിന് വാറന്റിയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അല്ല, നോർമലി ഈ വണ്ടിക്ക് ഇതുപോലെ പുതിയ വണ്ടി എല്ലാം നോർമലി ഈ സമയമാകുമ്പോ ഇങ്ങനെ കീ സെറ്റ് കംപ്ലൈന്റ് ആവുമോ? ഈ എൻഡോർക്ക് പോലെ ഏത് വണ്ടിയാണ്? ഇല്ല മേഡം, അങ്ങനെ പുതിയ വണ്ടിയല്ലേ. അതാ ഞാൻ ചോദിക്കുന്നത്. പുതിയ വണ്ടിയാകുമ്പോ ഇങ്ങനെ കംപ്ലൈന്റ് ഇത് മാത്രമല്ല, പല കംപ്ലൈന്റുകളും ഉണ്ട്. ഓടിക്കൊണ്ടിരിക്കുമ്പോ ചിലപ്പോൾ ഈ വണ്ടി നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം ആ സർവീസ് സെന്ററിൽ ഞങ്ങൾ പറഞ്ഞു, ഇത്രയും പുതിയ വണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും പൈസ കൊടുത്ത് ഒരു വണ്ടി എടുത്തിട്ട് ഇതാ നമ്മുടെ അവസ്ഥ.
എന്നിട്ട് അവർ തന്നെ പറഞ്ഞിട്ട് നമ്മൾ കൊണ്ട് കൊടുത്തപ്പോൾ പറയും പൈസ തരാം. ഒന്നെങ്കിൽ ഇതിനെതിരെ നമ്മൾ കംപ്ലൈന്റ് അല്ല കേസായിട്ട് മുമ്പോട്ട് പോവാം. അതല്ലേ ഇപ്പം നടക്കുകയുള്ളൂ. ഇത്രയും പുതിയ വണ്ടി എടുത്തിട്ട് നേരെ ചൊവ്വയൊന്നും ഓടിച്ചിട്ട് കൂടിയില്ല ആ വണ്ടി. മേഡത്തിനുണ്ട് ബുദ്ധിമുട്ട് മനസ്സിലാകുന്നു മേഡം. അപ്പൊ അത് എന്തിന്റെ എമൗണ്ട് ആണെന്ന് ചോദിക്കും. എന്നിട്ട് അഥവാ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എമൗണ്ട് എന്തായാലും നമ്മൾ പൈസ അടയ്ക്കത്തില്ലെന്നുള്ളത് തീർത്തും പറഞ്ഞു. അവരുടെ അടുത്ത് പൈസ അടയ്ക്കത്തില്ലെന്ന് തീർത്തും പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ എന്തോ ആണെന്ന് അറിയില്ല. എന്നാലും നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തത് കൊണ്ടാണ് ഒന്നുകൂടി ഈ കാര്യം ഒന്ന് നിങ്ങളുടെ അടുത്ത് ഇൻഫോം ചെയ്യാന്ന് ഓർത്ത് വിളിച്ചത്. ഓക്കെ. ഇതാണ് മേഡം എപ്പോഴും നമ്മൾ വണ്ടി എടുത്തെടുത്ത് തന്നെ മാക്സിമം സർവീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത്. നമ്മുടെ വീട് മല്ലപ്പള്ളി സർവീസ് എല്ലാം TVSന്റെ സർവീസ് സെന്റർ അല്ലേ, അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അപ്പൊ അവിടെ അന്ന് വണ്ടി എടുത്തപ്പോൾ ചോദിച്ചപ്പോഴും പറഞ്ഞു അടുത്ത സർവീസ് സെന്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ അന്ന് എടുത്തപ്പോൾ അവർ പറഞ്ഞത് കൊണ്ടാണ് നമ്മളിവിടെ. അല്ലെങ്കിൽ മല്ലപ്പള്ളി കിടക്കുന്ന നമുക്ക് എപ്പോഴും പത്തനംതിട്ടയ്ക്ക് വരാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ കൊണ്ട് കൊടുത്തത്. പക്ഷെ എല്ലാ സർവീസ് സെന്ററും ഏകദേശം ഒരുപോലെ തന്നെയല്ലേ. എനിക്കറിയില്ല അതിനകത്ത് വ്യത്യാസം ഉണ്ടോ, ഇനി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ ഒറിജിനൽ ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ വീടിന്റെ അടുത്ത് അതാ. അപ്പൊ പിന്നെ എവിടെ കൊടുത്താലും ഒരുപോലല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അവിടെ കൊണ്ട് തന്നാലും എവിടെ കൊണ്ട് തന്നാലും ആ വണ്ടിയുടെ കംപ്ലൈന്റ് അതായതുകൊണ്ടല്ലേ, ആ വണ്ടി അങ്ങനെ കംപ്ലൈന്റ് ഉള്ള വണ്ടി ആയതുകൊണ്ടല്ലേ. അല്ലാതെ അവിടെ ചെയ്തില്ല, പൈസ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മേഡം അത് തിരിച്ച് സമയമല്ല നാളെ മേഡം ഇങ്ങോട്ട് കൊണ്ടുപോവാം. ഇവിടെ ഒന്ന് കൊണ്ടുപോകാം. അവര് ചെയ്തെന്ന് തോന്നുന്നു. അത് നമ്മൾ ഓൾറെഡി ഇവര് പൈസയുടെ എമൗണ്ടിനെ പറ്റി പിന്നെ വിളിച്ച ആരും നമ്മളോട് പറഞ്ഞില്ല പൈസ അടയ്ക്കണം. അന്ന് തന്നപ്പോഴേ നമ്മളെടുത്ത് പറഞ്ഞത് ഫ്രീ ആയിട്ട് ചെയ്യാൻ നിങ്ങൾ വിളിക്കാന്ന് പറഞ്ഞു. അവര് വിളിച്ചു, നമ്മൾ കൊണ്ടുപോയി. എന്നാൽ നമ്മൾ ഓൾറെഡി ഇവർ പറഞ്ഞു പൈസ അടയ്ക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ പിന്നെയും ചോദിക്കാൻ പോയില്ല പൈസ ആകുമെന്ന്. ഇവരെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത്ര രൂപയായെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞത്. ഇത്ര രൂപ ഞാനപ്പോ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതിയോ? അല്ല മേഡം, ഞാൻ എന്റെ നമ്പർ പറഞ്ഞുതരാം. മാം ഒന്ന് നോട്ട് ചെയ്യുമോ? പറഞ്ഞു. ഹലോ. പറഞ്ഞോ മേഡം. ചേച്ചി അവരെ വിളിച്ചായിരുന്നു. അവര് പറഞ്ഞത് ലേബർ ചാർജ് ആണോ അവരുടെ? മേഡം അങ്ങനെ ലേബർ ചാർജ് ഒന്നും ഇല്ല. ഞാനിവിടെ നമ്മുടെ GMനോട് ചോദിച്ചായിരുന്നു. അത് 0 പേയ്മെന്റിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അതിനൊന്നും ലേബർ ചാർജോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഇല്ലല്ലേ? ഇല്ല. വാറണ്ടി നമ്മൾ എങ്ങനെ ഇപ്പൊ ഞങ്ങളിപ്പോ പറഞ്ഞാൽ അവരത് സമ്മതിച്ചു തരത്തില്ല. അപ്പൊ എങ്ങനെ നിങ്ങളുടെ ആരെ കൊണ്ടെങ്കിലും അത് പറഞ്ഞാല് പറ്റുമോ? ഇതിപ്പോ നമുക്ക് വേറെ ഷോറൂം അല്ലേ, നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ അവരോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ മേഡം അത് ഓക്കെ അത് വേണ്ട ചെയ്യണ്ടെന്ന് വെച്ച് വണ്ടി തിരിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവരും. അവരത് ചെയ്തെന്ന് തോന്നുന്നു. നമ്മുടെ അടുത്ത് ഈ കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാന്നല്ലേ പറഞ്ഞത്. നമ്മൾ കൊണ്ട് കൊടുത്തു, രാവിലെ അത് കൊടുത്തു. ഇപ്പൊ കൊടുത്തു കഴിയുമ്പോ വൈകിട്ട് വിളിച്ചിട്ടാണ് ഇവര് പറഞ്ഞത് 1370 രൂപ അടയ്ക്കണമെന്ന്. അപ്പൊ ഞാനിവിടെ ചോദിച്ചപ്പോ അങ്ങനെ ലേബർ ചാർജ് ഒന്നും ഇല്ല. നമുക്ക് വണ്ടിക്ക് 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. ആണല്ലേ? ഓക്കെ. അതെ അങ്ങനെയുള്ളതാണ് മേഡം. അതങ്ങനെ ലേബർ ചാർജ് ഇല്ല. ഇനി അവർ AMCയോ പേയ്മെന്റിന്റെ വേറെ എന്തെങ്കിലും ആണോ? അല്ലല്ല, അവര് പറഞ്ഞത് ലേബർ ചാർജ് എന്ന് പറഞ്ഞത്. എന്നിട്ട് അവര് അതിന്റെ ഒരു പേപ്പർ ഞങ്ങൾക്ക് അയച്ചു തന്നു. ഇത് നോക്കുന്നു ഞാൻ വേണമെങ്കിൽ അതൊന്ന് വാട്സപ്പിൽ അയച്ചു തരാം. നിങ്ങളുടെ ഷോറൂമിന്റെ പേരെന്താ? നമുക്കതിൽ ഒന്നും ചെയ്യാം. അവരുടെ കാര്യത്തിൽ നമുക്ക് വേറെ ഡീലർഷിപ്പ് ആണ് മേഡം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൽ. ഒന്നല്ലെങ്കിൽ മേഡം പറഞ്ഞിട്ട് ഓക്കെ എനിക്ക് വേണ്ട പഴയ ടീഷർട്ട് വെക്കാൻ തന്നെ പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് മേഡം വണ്ടി തിരികെ വാങ്ങിക്കുക. പേയ്മെന്റ് എന്തായാലും അടയ്ക്കേണ്ട കാര്യമില്ല. അത് 1200 രൂപ പേയ്മെന്റ് അടയ്ക്കേണ്ട കാര്യമില്ലല്ലേ? ഇല്ല അങ്ങനെ അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പൊ മേഡം എങ്കിൽ വേണ്ട ചെയ്യണ്ട പഴയ ടീഷർട്ട് തന്നെ വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ വണ്ടി വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുപോവാം. ഇവിടോ അങ്ങനെ മേഡം കൊണ്ടുപോവാം. അങ്ങനെ പറ്റും. അല്ലാതെ അവരുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ മാം TVSന്റെ ഡയറക്റ്റ് ഹെഡിൽ വിളിക്കണം. അതിന്റെ നമ്പർ ഒന്നും എങ്ങനെ? അത് നമ്മൾ എറണാകുളം ഹെഡ് ഓഫീസിൽ ചെക്ക് ചെയ്യണം മേഡം. എറണാകുളം ഹെഡ് ഓഫീസ് ഗൂഗിളിൽ നോക്കിയിട്ട് അതിൽ വിളിച്ചിട്ട് മാം പക്ഷെ അതൊക്കെ ചിലപ്പോൾ ലേറ്റ് ആകും. മാം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെ കിട്ടുമോ എന്നുള്ള കാര്യം ട്രൈ ചെയ്ത് നോക്ക്. എന്താണ് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമുക്ക് എപ്പോ വേണേലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? മേഡം ചെയ്ത് നോക്കൂ ഗൂഗിളിൽ തന്നെ. എറണാകുളം അല്ലേ? അതെ എറണാകുളം. ശരി.
ഓക്കെ ശരി. അങ്ങനെ ഇതൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാം ഇങ്ങോട്ട് വിളിക്കേ. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പഴയ ടീഷർട്ട് തന്നെ വെക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകാം. ഓക്കെ 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 ശരി.